ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ. ഇൻവെർട്ടറിൻ്റെ പോയിൻറ്റ് നമ്മൾ വീടുകളിൽ കൊടുക്കാറുണ്ട്. ഇൻവെർട്ടറിൻ്റെ പോയിൻറ്റും അതിൻ്റെ ഇൻവെർട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാനലും കാര്യങ്ങളെല്ലാം വരുന്നത് ഏറ്റവും നല്ലത് വീടിൻ്റെ ട്രസ്സിൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും അത്യാവശ്യം തന്നെ നമ്മളത് പറഞ്ഞതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻസ്, ഇൻവെർട്ടറുമായിട്ട് ബന്ധപ്പെട്ട സോളാറിൻ്റെ പാനലും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് പുറമേ നമ്മൾ ഒരു വീട് വയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ എപ്പോഴും ഒന്നാം നിലയുടെ മുകളിലോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഏരിയകളിൽ ചെയ്യുന്നത്, ഓപ്പൺ ഏരിയകളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതൊരു ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ, അതായത് ഇൻവെർട്ടറിന് കൊടുക്കാനുള്ള പ്ലഗും കാര്യങ്ങളും നമ്മൾ പ്ലാസ്റ്റിക്കിന് മുന്നേ വെട്ടിക്കൊന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ബോക്സ് വെച്ചിരിക്കുന്നത് ഇൻവെർട്ടറിൻ്റെ ബോക്സാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു പൈപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പൈപ്പ് നേരെ പോകുന്നത് വാർക്കയുടെ മുകളിലേക്കാണ് പോകുന്നത്. വാർക്ക് തുളച്ചാണ് മുകളിലേക്ക് കയറിപ്പോകുന്നത്. ഇതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സോളാർ പാനൽ വെക്കുന്ന സമയത്ത്, സോളാർ പാനൽ നമ്മൾ മുകളിലാണല്ലോ വെക്കുന്നത്. മുകളിൽ വെക്കുന്ന സമയത്ത് ഈ സോളാർ പാനലിൽ നിന്ന് DC വോൾട്ടേജ്, പാനലിൽ നിന്ന് ഡയറക്റ്റ് വോൾട്ടേജ് അധികം ലെങ്ത് ഇല്ലാതെ ഇൻവെർട്ടറിൻ്റെ സെക്ഷനിലേക്ക് വരാനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ ഒരു വീട് പണിയുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു മെയിൻ്റനൻസും അല്ലെങ്കിൽ ഒരു വെട്ടിപ്പൊളി പിന്നീട് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ നമ്മൾ പുറമേ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ബാറ്ററി കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് വരുന്ന വാതകവും കാര്യങ്ങളെല്ലാം ഭാവിയിൽ നമുക്ക് ദൂഷ്യങ്ങൾ ഉണ്ടാക്കാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്ത് വയ്ക്കാതിരിക്കുക. എന്തെങ്കിലും എക്സ്പ്ലോഷനോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് പുറമേ ഓൾറെഡി ആയിട്ട് പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് പാനലിൽ നിന്ന് അധികം സോളാർ പാനൽ വയ്ക്കുന്ന സമയത്ത് നമ്മളെന്തായാലും ഇന്നത്തെ കാലത്ത് ഒരു ഇൻവെർട്ടർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇനിയുള്ള കാലങ്ങളിലെല്ലാം സോളാർ പാനൽ എന്തായാലും നമ്മൾ ചെയ്യും. ഇനിയുള്ള വീടുകളിൽ ഉറപ്പായിട്ടും വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സോളാർ പാനലിൽ നിന്ന് വരുന്ന DC വോൾട്ടേജ് അധികം ലെങ്ത്ത് വരാത്ത രീതിയിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ലോസ് കുറയാനുള്ള ചാൻസസ് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. കാരണം DC വോൾട്ടേജാണ് പാനലിൽ നിന്ന് വരുന്നത്. ഈ DC വോൾട്ടേജ് പാനലിൽ നിന്ന് ഒരുപാട് ലെങ്ത്ത് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് സോളാറിൽ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ ഓപ്പൺ ടെറസിൽ തന്നെ ഇൻവെർട്ടർ വയ്ക്കുക. ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന നേരെ ഞാൻ ഈ പറഞ്ഞ പോലെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നേരെ ഒരു പൈപ്പ്, സെപ്പറേറ്റ് ഒരു പൈപ്പ് പാനലിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുക. അതാണ് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് അറിയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ താങ്ക്സ്.